ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഫുൽക്കയല്ലല്ലോ, കുൽച്ചയല്ലേ. എനിക്ക് എപ്പോഴും തെറ്റുന്ന സംഭവമാണ് ഫുൽക്കയും കുൽച്ചയും തമ്മിൽ കേട്ടോ. ഞാൻ ഫുൽക്കയ്ക്ക് പറയുക കുൽച്ച എന്നാണ് കേട്ടോ. അത് രണ്ടും കണ്ടിപ്പോൾ ആ കൂടി കൺഫ്യൂഷനായി. എന്തായാലും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുൽച്ചയും കടായി പനീറുമാണ് കേട്ടോ. കുൽച്ച ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉണ്ടാക്കി വന്നപ്പം. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അത് ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം, അതിങ്ങനെ കണ്ട നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്, ഞാൻ എടുത്തത് ഗോതമ്പ് പൊടിയില്ലേ, അതും മൈദമാവും മിക്സ് ചെയ്തെടുത്തു. പിന്നെ അതിനകത്തോട്ട് ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, പഞ്ചസാര ഒരു സ്പൂണ്, പിന്നെ കുറച്ച് ഗീയും വെള്ളമൊഴിച്ച് കേട് ചേർക്കണം കേട്ടോ. ഒരു 2-3 സ്പൂൺ അതും കൂടി ചേർത്തിട്ട് കുഴച്ചിട്ട് കുറേ നേരം വെച്ചു കേട്ടോ. വെച്ചിട്ട് പിന്നെ നമ്മൾ നാണ പോലെ ഇങ്ങനെ നീളനെ പരത്തിയിട്ട് പിന്നെ ചുട്ടെടുക്കണം ബട്ടറിനകത്ത് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക്. അങ്ങനെയാണ് കേട്ടോ കുഴിച്ച് ഞാൻ ഉണ്ടാക്കി എടുത്തത്. പിന്നെ അതിലേക്ക് കറിയായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടായി പനീറാണ്. അപ്പോൾ അതിനായിട്ട് ഓണിയൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, ഓണിയൻ. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം, പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ പനീർ, മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഒരു മസാല റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 1 സ്പൂൺ കുരുമുളക്, പിന്നെ 3-4 റെഡ് ചില്ലി, പിന്നെ ഹോൾ ചില്ലി, പിന്നെ ബേ ലീവ്സ്. ഇത്രയും ചേർത്തിട്ട് ആ മസാല ചെറിയ ചൂടിൽ ഞാനൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് പൊടിച്ചത് മാറ്റി വെക്കണം. അപ്പോൾ കരിഞ്ഞു പോകാതൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ അത് ഒരുവിധം റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ, എല്ലാതും ഒരു പാനിൽ ചെയ്താൽ മതി, അതാകുമ്പോൾ നമുക്ക് എളുപ്പമായി. അതേ പാനിൽ തന്നെ ബട്ടറിലാണ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കോ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഷാലോ ഫ്രൈ അല്ല, ഒന്ന് ട്രാൻസ്പെറൻറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകണമല്ലോ. അപ്പോൾ അതിനായിട്ട് കുക്ക് ചെയ്തിട്ട് അതിൽ പനീറും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയിട്ട് നമുക്കൊന്ന് കുക്കായിട്ട് വരുമ്പോൾ അതും വേറൊരു ബൗളിലോട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്ത സവാളയും ക്യാപ്സിക്കവും അതുപോലെ പനീറും ജസ്റ്റ് സോഫ്റ്റായി ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓവർ കുക്ക് ആക്കരുത്. ഇനി നമുക്ക് അത് ഗ്രേവിയിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം, ഒരു ബോളിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ ബട്ടർ ഇച്ചിരി അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാള ഇട്ട് കൊടുക്കണം. പിന്നെ സവാള നന്നായിട്ടൊന്ന് അത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഒരുപാട് ബ്രൗൺ നിറാവുന്നവരെ കുക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഒന്ന് മൂടി വെച്ചിട്ട് സവാള കുക്ക് ചെയ്യുക. അപ്പോൾ അത് വാടി വരും. എന്നിട്ട് അതിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക, ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ അതും ഒന്ന് വാടി വരും. അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഉപ്പിട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതും ഒന്ന് വെന്ത് വാടി വരുമ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്ത ശേഷം നമുക്ക് തണുത്ത ശേഷം നമുക്ക് ഇത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഗ്രേവി എന്ന് പറയുന്നത്. ഗ്രേവിക്ക് നല്ല തിക്കും ആ ഒരു കൊഴുപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സവാളയും തക്കാളിയൊക്കെ ഇങ്ങനെ വഴറ്റിയിട്ട് നമുക്ക് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത് കഴിഞ്ഞ് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കണം. ഇത് കുറച്ച് പ്രോസസ്സ് ഉണ്ട് കേട്ടോ. ഓരോന്നും ഇങ്ങനെ കുക്ക് ചെയ്ത് മാറ്റി വയ്ക്കുകയല്ലേ. പിന്നെ അവസാനത്തെ എല്ലാം കൂടി മിക്സ് ചെയ്യണ ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കടായി വെച്ചു, അതിനകത്ത് ബട്ടർ ഇട്ടു. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് കൂടിയിട്ടുള്ള ആ പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഞാൻ അതിനകത്തോട്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ മസാല പൗഡർ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തിക്നെസ്സിനനുസരിച്ചുള്ള വെള്ളം, എങ്ങനെയാണോ ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വെള്ളം. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഒഴിച്ചിട്ട് അതൊന്ന് കറക്കിയിട്ട് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പനീറും അതുപോലെ ക്യാപ്സിക്കം, ഓണിയനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്കായി ഒന്ന് നന്നായിട്ട് ആ മസാലയൊക്കെ അതിനകത്ത് പിടിക്കാനായിട്ട് മൂടി വെച്ചിട്ടൊന്ന് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതേ കടായി പനീർ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കസ്തൂരി മേത്തി നമുക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിന് ഇത്തിരി റിച്ച് ലുക്കൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിനായിട്ട് കാഷ്യൂ പേസ്റ്റ് ചേർക്കാം. പിന്നെ ലാസ്റ്റ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നല്ല ഒതൻറ്റിക് ആ ഒരു സ്റ്റൈൽ വരും കേട്ടോ. നമ്മളിപ്പോൾ അത് ഹോം സ്റ്റൈലിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാം കേട്ടോ. പക്ഷേ കാഷ്യൂ പേസ്റ്റ് ചേർക്കാം കേട്ടോ, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മല്ലിയില ഞാൻ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളെ കടായി പനീർ റെഡി ആയിട്ട്. കുറച്ച് കുക്കിംഗ് പ്രോസസ്സ് ഉണ്ടെങ്കിലും സംഭവം പൊളിയാണ് കേട്ടോ, കിടുവാണ് ഐറ്റം. ഈ പിന്നെയും തെറ്റാണ് എനിക്ക് ഫുൽക്കയും അതുപോലെ ഫുൽക്കയല്ലല്ലോ കുൽച്ചയല്ലേ, കുൽച്ചയും ഈ കടായി പനീറും നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഈ കുൽച്ച ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി കഴിക്കട്ടെ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇത് ഫുൽക്കയാണ് കേട്ടോ, ചപ്പാത്തി അല്ല. ചൂടിലോട്ട് കഴിക്കണം. കറി